എനിക്ക് വയ്യ 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 വയ്യ. ഓരോ സാധനം ഇട്ട് ഞാൻ ഈ വീട്ടിലെ പണി മുഴുവൻ ചെയ്യണം. നടക്കണ കേസല്ലേ ഇത്? അല്ല, ഒരു ENT ഡോക്ടറിന്റെ വീടാണ്, എന്റെ തള്ളയാണ് ഞാൻ. ഒരു വേലക്കാരനെ വെക്കാൻ പറഞ്ഞാൽ അവള് സമ്മതിക്കൂല. അവർ തമ്മിൽ കൊളാപ്പ് ചെയ്യും, പിന്നെ അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞു ഈ വയസ്സാകാലത്ത് ഞാനിവിടെ കിടന്ന് അല്ല പിന്നെ കുറച്ചും കൂടെ അകത്തോട്ട് കയറിയിട്ട് ചോദിടാ മേ കമ്മിങ് സാർ. അകത്ത് കയറി വന്നിട്ടാണ് മേ കമ്മിങ് സാർ ചോദിക്കണത്. പെർമിഷൻ ചോദിക്കാൻ പുറത്താരും ഉണ്ടായിരുന്നില്ല. ആരും ഇല്ലെങ്കിൽ ഞങ്ങൾ കയറി ചോദിക്കുക. അല്ല, ഇതൊക്കെ ചോദിക്കാൻ വേലക്കാരിക്ക് എന്താ അധികാരമുള്ളത്? അമ്മയാണ് ഞാൻ. അമ്മ? ആ, കുട്ടിക്കാലത്ത് എന്നെ ഉപേക്ഷിച്ച് കുട്ടി ഭാഷ കൂടെ വിളിച്ചോടിപ്പോയ എന്റെ അമ്മ. എടാ, നിന്റെ ആറ്റിറ്റ്യൂഡ് മാറണ്ടോന്ന് എനിക്കൊരു സംശയം. അല്ല, ഈ സഹകരണ ബാങ്കിൽ നിന്ന് ഇപ്പൊ ഞാൻ ലോൺ കൊടുക്കണില്ല. കൂട്ടുപിടി കേട്ടാ, വിട്ടുപോ. അല്ല, അമ്മയാന്ന് പറഞ്ഞിട്ട്? അമ്മയാന്ന് പറഞ്ഞ ഇതല്ല, ENT ഡോക്ടർ സുകുമാരന്റെ അമ്മയാണ് ഞാൻ. അതാണല്ലേ, ഞാൻ പെട്ടെന്ന് തെറ്റി. പിന്നെ അതെ, എന്റെ തൊണ്ടക്ക് ഒരു ചെറിയ ഓപ്പറേഷൻ വളരുന്നു. അപ്പൊ ഡോക്ടർ എന്നോട് ഇന്ന് വരാൻ പറഞ്ഞതാ ഇങ്ങോട്ട്. നന്നായി. അല്ലേ, അവരെവിടെ പോയി? അവര് ഒന്നും പറയണ്ട, അവർക്ക് ശുക്രദശയാണല്ലോ ഇപ്പം. ശുക്ര സിനിമ കാണാൻ പോകുന്ന രണ്ടുപേരും കൂടെ പോയിട്ടുണ്ട്. എന്താ? അതെ അല്ലേ? അതെ, എന്താന്നറിയില്ല അമ്മേ, മരിച്ചാ മതിയായിരുന്നു. ആണോ? പറ്റിയ സ്ഥലത്താണ് വന്നേക്കണം, പേടിക്കണം. അമ്മേ, അതെ, എന്താ മോനെ, ഈ ഓപ്പറേഷൻ കഴിഞ്ഞാലേ ഡോക്ടർ രോഗികളോട് വല്ലതും പറയോ? ഒന്നും പറയൂല. ഇല്ലല്ലേ? അവൻ പിന്നെ ബന്ധുക്കാരെയൊക്കെ വിളിച്ച് പറയും. എന്ത്? അയാൾ വെരി സോറി. അങ്ങനെ പറ, അത്രേ ഉള്ളൂ. വേറെ അവന് ഉപദ്രവമൊന്നുമില്ല. അയ്യോ, അങ്ങനെയാണോ പറയാറ്? എന്താ പിന്നെ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂലേ? നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവനെ ടേബിളിലേക്ക് എടുത്തല്ലോ ഓപ്പറേഷന് മുമ്പായിട്ട്. അതിന് മുമ്പായിട്ട് പുറകിലൊരു ഡോർ ഉണ്ട്, അത് തുറന്നങ്ങ് ഓടിക്കോളും. ഇല്ലെങ്കിൽ ശുക്രന്റെ ടീം ഇരുന്ന് കാണുന്ന പോലെ ഇരുന്ന് പുഴുക്കും തീരണവരെ. അയ്യോ, അമ്മ ഭയങ്കര ശുദ്ധിയായ അമ്മയാണ്. അമ്മ എന്നാന്നറിയാവോ, ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞേക്കും. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഒന്നും മനസ്സിൽ വെക്കണില്ല അമ്മ. മനസ്സിൽ വെക്കൂല ഒന്നും. വലിയ കാര്യം. ഇത് ഇവിടെ രണ്ട് രോഗികൾ വരുന്നുണ്ട്. അത് രോഗികളല്ല, അത് രോഗി അവളെ ഭർത്താവ്, എന്റെ മകനും ഭാര്യയാണ് അവനത്. അവനുണ്ട്. അമ്മേ, ആ ടിവിയുടെ ഓളി ഒന്ന് കുറച്ചു വെച്ചൂടെ? എടാ, അതൊരു വാർത്ത വായിക്കണ പെണ്ണാടാ. അത് പെണ്ണാടൊക്കെയാണ് ഇപ്പൊ ന്യൂസ് വായിക്കണത്. ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം വിട്ടല്ലടാ നീ. അവ നല്ല ഉഗ്രം കോസ്റ്റ്യൂമും ഇട്ട് പ്രകാശിന്റെ ഫിഗറും പിടിച്ച് അവൻ മുരളീകൃഷ്ണന്റെ ചീഞ്ഞ സാധനം. അതെ, എന്താ പ്രശ്നം? എന്താ പറഞ്ഞോ? ഞാനേ ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ടായി ഇന്ന്. എന്നെ കാണാൻ വന്ന പേഷ്യന്റാണ്. അതെ അതെ, ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. കാരണം വല്ലപ്പോഴാണ് എനിക്കും ഭാര്യക്കും കൂടെ ഒരു സമയം കിട്ടാറുള്ളൂ. ഞങ്ങളൊന്ന് അല്പനേരം ഒന്ന് ശൃംഗരിച്ചോട്ടെ. അയ്യോ, നീ അവിടെ ചോട്ടി നിൽക്കാതെ ഇവിടെ വാ. ഇവര് ശൃംഗരിക്കാൻ തുടങ്ങും. ഇവൻ ശൃംഗരിക്കും, അവള് മേളം നടത്തും. ഇവൻ ശൃംഗരിക്കാൻ തുടങ്ങുമ്പോൾ പുറത്ത് കയറി മേളം നടത്തും. പിന്നെ ശൃംഗാരി മേളായി, ബഹളായി, ഭയങ്കര രസോടി. അമ്മ ഒന്ന് മിണ്ടാണ്ടിരിക്കോ? എന്റെ ചേട്ടനോടൊന്ന് സംസാരിച്ചോട്ടെ. ഓ, ആയിക്കോട്ടെ. നീ പറയടി. ചേട്ടാ, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട്. ചേട്ടന് 1 കോടി രൂപ ലോട്ടറി അടിച്ചെന്ന്. അങ്ങനെയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ, എങ്ങാനും ചേട്ടന് 1 കോടി രൂപ ലോട്ടറി അടിച്ച് എന്നെ കുറെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി അവര് മോചന ദ്രവ്യമായിട്ട് 1 കോടി രൂപ ചോദിച്ചാ ചേട്ടൻ എന്ത് ചെയ്യും? എന്താ ചെയ്യും? ഒരു ദിവസം ഒരാൾക്ക് 2 ലോട്ടറി ഒന്നും അടിക്കൂല. അപ്പൊ നിങ്ങളുടെ മനസ്സിലിരിപ്പ് അതാണല്ലേ, എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോട്ടെന്ന്. അങ്ങനെ തട്ടിക്കൊണ്ട് പോട്ടെ. എനിക്കെന്താണ് കായൽ ഒതുക്കിയതാണ്. അല്ല, അടൻസൊള്ളി സാധനം വരും. ആൾക്കാരിട്ടുണ്ടെ മിണ്ടാത്താണ് ഞാൻ. കായൽ വിട്ടേച്ചാണ് ഞാൻ. പിന്നെ ഞാനത് കേട്ടോണ്ടിരിക്കും. അടൻസൊള്ളിയാണ് ഞാൻ അതിനപ്പുറം പറയും. അയ്യോ, സോറി, ഞാൻ പെട്ടെന്ന് ഇത് കേട്ടപ്പോ എന്റെ ഭാര്യയാന്ന് വിചാരിച്ചു. സോറി. അങ്ങനെ പറ്റിയാണോ? അതെ അതെ, പറ്റിപ്പോയതാ. കണ്ടിന്യൂ. സ്റ്റോപ്പടിക്കരുത്. എന്നെ കച്ചറയാക്കരുതട്ടാ, പറഞ്ഞില്ലെന്നോടാ.
എന്റെ ഭാര്യയാന്ന് തോന്നിപ്പോയല്ലേ? അങ്ങനെ പറ്റിപ്പോയതാ, അങ്ങനെ പറ്റിപ്പോയതാ. എടാ കിഴങ്ങ, നിന്റെ ഭാര്യ തന്നെയാടാ. എന്തെങ്കിലും വാതറന്ന് പറയടാ അവളെ. ഒരു സോറി കേട്ടോ, അറിയാണ്ട് പറ്റിപ്പോ. അതെ, ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ രണ്ടുപേരും കൊണ്ട് ഒന്ന് പോയേ. ഞാൻ ഈ പേഷ്യന്റ് നോക്കട്ടെ. പാടി ആ കത്തി ഒന്ന് നമുക്ക് തുടങ്ങി. അതെ, മറ്റൊന്നും വിചാരിക്കരുത്. ഇവിടെ നടന്നത് ചെറിയൊരു നാടകത്തിന്റെ റിഹേഴ്സലായിരുന്നു. നാടകത്തിന്റെ റിഹേഴ്സലായിരുന്നാ? കേരള ഒരു നാടകത്തിന്റെ റിഹേഴ്സലായിരുന്നു. നാടകത്തിന്റെ പേരെന്താ? വവ്വാലി ചെപ്പിയ ജീവിതം. ഈ അമ്മനെ കൊണ്ട് ഞാൻ തോറ്റി. എന്തിനാണ് ഇങ്ങോട്ട് പണ്ടാറടക്കണത്? അവിടെ എവിടെ തപ്പോരെ ചൂലെടുക്കാൻ വേണ്ടി വന്നു. എന്താ ചൂലെടുത്തിട്ട് പോ. എടാ ഈ കോപ്പെടുത്ത് കാതി വേണ്ട, സ്റ്റെതസ്കോപ്പല്ലേ അത്. അതവിടെ വെച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ എന്ത് പറഞ്ഞാൽ അമ്മ ഭയങ്കര ശുദ്ധിയായിട്ട് കാര്യമുള്ളത് പോലെ അങ്ങ് പറഞ്ഞേക്കാം. പിന്നെ മനസ്സിൽ വെച്ചിട്ടിരിക്കരുത്. അതെ, ഒന്നും അതെ, മനസ്സിലായി. അത് വിട്. എന്താണ് പ്രശ്നം? അസുഖം? അത് തൊണ്ടക്ക് ഭയങ്കര വേദനയുണ്ട്. തൊണ്ടയ്ക്ക് വേദനക്ക് ഞാനൊരു മരുന്ന് കുറിച്ചു തരാം. അത് രാവിലെ മൂത്രം ഒഴിച്ചതിന് ശേഷം കഴിക്കുക. അങ്ങനെയൊക്കെ പറയുവേ. മൂത്രം ഒഴിച്ചൊന്നും കുടിക്കേണ്ടത്, പച്ചവെള്ളം എടുത്ത് അതിന്റെ അകത്തിട്ട് കുടിച്ചാൽ ഒന്നും അറിയാമേ. വെറുതെ ഇങ്ങനെ പറയണം. നല്ല ശുദ്ധയായ അമ്മ. ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കുമ്പോ ഞാൻ ചികിത്സിക്കട്ടെ. വേദനയുണ്ട്. ആ വാതൊന്ന് തുറക്കാമോ? ഒരു മിനിറ്റ്. കൊള്ളാലാടാ, ഓപ്പണാക്കി. പഴയ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യണം. അടുത്തൊരു പുരുഷൻ ചേട്ടന്റെ ചായക്കടയുണ്ട്, അതിന്റെ ബാക്കിൽ അടുക്കള പോലെ ഇരിക്കുന്നു. നിങ്ങളെ ഓപ്പണാക്കി. ഇതിന്റെ ഷാപ്പില് മീൻകറിയുടെ അകത്ത് കൊടമ്പുളി ഉണങ്ങി കിടക്കണ പോലെ ആ കുറുനാക്ക്. അതാണ് ഇതൊക്കെ കാട്ടാതെ അവിടെ ഇരിയുടെ അവൻ ചികിത്സിച്ച് ഭേദപ്പെടുത്തി തരുന്നു. അവിടെ പോയിരിക്കും. ഇതാണ് കുഴപ്പം. താനെന്താണോ വലിയൊരു വാ വിളിക്കാൻ പറയുമ്പോ വാ ഇങ്ങനെ തുറന്നു നോക്കണത്? അടച്ചോക്കണോ? ഡോക്ടർ വായ അടച്ചോക്കെ. എടോ, ഇനിയെങ്കിലും വാ തുറക്കണോ? മൂന്നണപ്പല്ലേ ഇളകിയിട്ടുണ്ടല്ലോ. എന്ത് പറ്റി? ഒടിഞ്ഞിരിക്കാനുള്ളത് ഒന്നും പറയണ്ട. എന്ത് പറ്റി? ഭാര്യയായിട്ട് സംസാരിച്ചതാ. ഭാര്യയായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അണപ്പല്ലേ ഒടിയോ? അല്ല, ഭാര്യയായിട്ട് ഇത്തിരി ദേഷ്യത്തിലാണ് സംസാരിച്ചത്. ദേഷ്യത്തിൽ സംസാരിച്ചാൽ അണപ്പല്ലേ ഒടി? അതെ, അവരുടെ 5 ഉണ്ട്. അത് ശ്രദ്ധിക്കണം. ഞാനേ ഇത്തിരി അത്യാവശ്യം വൃത്തിയും മനാരൊക്കെ ഉള്ള കൂട്ടത്തിലുള്ള ആളാണ്. അവര് സംശയം ചോദിച്ചോട്ടെ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ എനിക്ക് കുളിക്കാൻ പറ്റുമോ? നിനക്ക് കുളിക്കാൻ പറ്റൂല. നിന്നെ കുളിപ്പിക്കും ബന്ധുക്കാര് വന്ന്. നിന്നെ കൊണ്ട് പിന്നെ ഡെസ്കുമേ കിടത്തും. പിന്നെ രസാണ്, ഭയങ്കരമായിട്ട് ഡിസൈനിങ് ഒക്കെ ഉണ്ട്. ഡിസൈനോ? എങ്ങനെ? മുക്കി പഞ്ഞി, ഇവിടെ കെട്ട്, തലക്കെ ചന്ദനത്തിരി, പിന്നെ കരയാൻ ആള്. എന്റെ അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നേ. അവനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണ്ട. എന്റെ മനസ്സിൽ ഒന്നും ഇരിക്കാലോ വെച്ച്. അപ്പൊ ഇതൊക്കെ നല്ല രസമുണ്ടാവും അല്ലേ? എനിക്ക് കാണാൻ പറ്റൂലടാ പൊട്ട. നമുക്ക് ഇന്ന് തന്നെ ഓപ്പറേഷൻ അങ്ങോട്ട് നടത്തിക്കളയാം. താമസിപ്പിക്കണ്ട. തൊണ്ടവേദന ഉണ്ടെന്നല്ലേ പറഞ്ഞു? ഉണ്ട്. അല്ലേ, എനിക്ക് അമ്മ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴേ ചെറിയൊരു പേടിയുണ്ട്. എന്താ പേടിക്കണത്? സുഖം, കൂൾ ഡൗൺ, ധൈര്യമായിട്ടിരിക്കും. ഒരു പ്രശ്നം വരില്ല. ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ധൈര്യത്തോടെ നമ്മൾ അതിനെ നേരിടണം. കൂൾ ഡൗൺ, ബി കൂൾ. അല്ല ഡോക്ടറെ, എന്റെ പേര് സുഖൂന്നല്ല, മധുന്നാ. എന്റെ പേരാണ് സുഖൂന്ന്. ഈ ഓപ്പറേഷൻ എന്ന് പറയുമ്പോ എന്റെ കൈയും കാലും പിറക്കും. ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തതാണ്. അതാണോ? അത്രേ ഉള്ളൂ. സുഖം, കൂൾ കൂൾ കാം. ചേട്ടാ നിങ്ങളുടെ അമ്മേനെ വല്ല കാട്ടിക്കൊണ്ട് കളഞ്ഞോട്ടാ. ചേട്ടന് കുടിക്കാനായിട്ട് ഞാൻ കാച്ചി വെച്ച പാല് ഈ അമ്മ കുടിച്ചു. ഞാനങ്ങനെ കുടിക്കണ നിത്യപൂരം കാത്തു സൂക്ഷിച്ച് ഇവിടെ നിൽക്കണത് മനസ്സിലായ? എന്റെ മർമ്മം കണ്ട പ്രായമില്ല, പറയേയില്ല, അറിയാമോ? അതെ അമ്മേ, മർമ്മ അല്ല ചർമ്മം. എന്ത് കണ്ടാലും പറയൂല. നീ അതിലൊക്കെ വലിച്ചു വിട്ടിക്കൊണ്ട് പോകോട്ടു. മനസ്സിലായി? ഞാൻ കഴിഞ്ഞ ദിവസം ജംഗ്ഷനിൽ നിൽക്കുമ്പോ എന്നോടാ സുധാകരൻ ചോദിക്കാനേ 16 ആകാറായോന്ന്. 16 വയസ്സാകാറായോന്നല്ല, 16 അടിയന്തര ആവാറായോന്നാ ചോദിച്ചത്. ഞാൻ ഒന്നുമില്ലല്ലോ, ഒരു ENT ഡോക്ടറിന്റെ ഭാര്യയാണ്. ആ കൾച്ചർ, ആ സ്റ്റാറ്റസ് എങ്കിലും കീപ്പ് ചെയ്യണം. ഇതേതാണ്ട് ലോക്കൽ അമ്മായിയമ്മമാരെ പോലെ. ഞാനും പൊക്കി കുത്തുവേ. ഞാനും ലോക്കലാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ കഴിഞ്ഞ ദിവസം ഇവന്റെ ഭാര്യ ആയത്. അതിനു മുമ്പ് ഞാൻ ഇവന്റെ അമ്മയായിരുന്നു. പഠിപ്പിച്ച് ഞാൻ ഡോക്ടറാക്കി. മനസ്സിലായി? അവന് സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തു. അങ്ങനെയാണ് അവൻ ഇവിടെ ഇരിക്കുന്നത്. ലക്ഷങ്ങൾ കൊടുത്താ ഞാൻ മേടിച്ചത്. കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയണത് അത് വ്യാജ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അപ്പൊ വ്യാജനാണാ?
ചെറുതായിട്ട്. അയ്യോ ഈ പാവ ശുദ്ധിയായ അമ്മ ആയതുകൊണ്ട് ഞാൻ വിവരം അറിഞ്ഞ് ഇല്ലെങ്കിൽ ഞാൻ തട്ടിപ്പോനെ. ദൈവാനുഗ്രഹം അമ്മേ. അല്ല സുഹൃത്തെ, അല്ല അത് പറയണ്ട. അമ്മ പറഞ്ഞ പോലെ അല്ല എനിക്ക് ജീവിക്കണല്ലോ. സംഭവം എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു. വേണ്ട അമ്മേ നന്ദി. certificate ഞാൻ കാണിച്ചു. ഉടനെ പോലെ ഞാൻ വരട്ടേത്. ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ അങ്ങ് പറയുന്നത്. അല്ലതുപോലെ പറയും. നിങ്ങൾക്ക് ഇപ്പൊ സമാധാനമായല്ലോ. എന്റെ കെട്ടിയോന്റെ കഞ്ഞിൽ പാറ്റ ഇട്ടപ്പാ. ഞാൻ പാറ്റാണ് കേട്ടത്. അവൻ നോൺ വെജ് അല്ല, അവൻ പാറ്റ കഴിച്ചോളും, കുഴപ്പമില്ല. അയ്യോ അയ്യോ വീണ്ടും വന്നു. അയ്യോ എന്താ ഡോക്ടർ എന്റെ പറഞ്ഞു ഓടിയപ്പോഴേ ആ തോട്ടിൽ വീണുപോയി. ആരും അവൻ തോട്ടി വീണ? അത് കുഴപ്പമില്ലടാ, അത് മറ്റേ ആഴയില്ലാത്ത തോടല്ല, അത് അവൻ കയറിപ്പോയി. മുട്ടുവരെ ചെളിയാ. അത് കുഴപ്പമില്ലെന്ന്. മുട്ടുവരെ ചെളിയാണെങ്കിൽ അവൻ നടങ്ങി കയറിപ്പോയി. പ്രശ്നം ഡോക്ടർ തല കുത്തിയാ വീണത്. അയ്യോ എന്റെ ചേട്ടാ. പോയാ ഞാൻ നിന്ന് പുഴുക്കൂല്ലേ ഇവിടെ. ക്ലൈമാക്സ് ആ അതാണ് പാടില്ലാത്ത സംഭവം. ഇച്ചിരി ടൈം എടുക്കും. സുകുമാരൻ ENT ഡോക്ടർ. സുകുമാരൻ ENT.